ഹലോ അസ്സാം വലൈക്കും. അപ്പം എന്താ ഉറങ്ങിനേറ്റപ്പം ബാൽക്കണിയിൽ കുറച്ച് നേരം വന്നിരിക്കുക കേട്ടോ. അന്തം വീട്ട കുന്ത പോലെയാണ് ഇരിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുക വെച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് തലേന്നൊക്കെ അടിച്ചു വെച്ചാലും കുഴപ്പമില്ല. എല്ലാത്തപ്പം നമ്മൾ എന്തുണ്ടാക്കും എന്ന് പറഞ്ഞാൽ കുറേ എനിക്കുള്ളൊരു സ്വഭാവമാണത്. ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക അതുണ്ടാക്കി അവർ തിന്നോ ഇതുണ്ടാക്കി അവർ തിന്നോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കും വേണം, ഞാൻ തന്നെ കഷ്ടപ്പെടും വേണമല്ലോ. പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഫൈനലി ഞാനൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. വേറെ നല്ല പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഇതാവുമ്പോൾ വേഗം പരിപാടി കഴിയുമല്ലോ. അങ്ങനെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ എല്ലാ വീട്ടിലും എല്ലാവരും കുറച്ചൊക്കെ നേരെ വൈകിട്ട് തന്നെ ആയിരിക്കും എണീക്കാൻ തോന്നണേ. എണീറ്റാൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെയും കിടക്കലായിരിക്കും. പിന്നെ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പേടിക്കാനൊന്നുമില്ല. സ്കൂളിൽ പോകുമ്പോഴത്തേന് റെഡി ആവണം, മദ്രസ പോകുമ്പോഴത്തേന് റെഡി ആവണം എന്നുള്ള ആ ഒരു പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സാവകാശമൊക്കെ ചെയ്യാം എന്തായാലും. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു പരിപാടിയിലേക്ക് നിന്ന് നമ്മൾ പറമ്പിൽ തേങ്ങ വലിച്ചിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ചെറിയൊരു പണി കൊടുത്തതാണ്. നമ്മൾ ഹൗസ് ഓണറുടെ വീടാണ്, ബാക്ക് ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഒരു വല്യമ്മ ഉണ്ട്, നമ്മൾ ഓണറിൻ്റെ ഉമ്മാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ആ ഒരു പറമ്പിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്ന വീടും. അപ്പം അവർ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിരുന്നു. തേങ്ങ വലിച്ചപ്പം അത് പൊളിക്കാനുള്ള ഇതിൽ മറ്റാളെ കൊണ്ടതാണ് ഞാൻ. കാരണം ഞാനതിനും പൊളിക്കൽ, പക്ഷെ കൈക്ക് വയ്യാത്തതിനോട് ഇപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ പിന്നെ ആ വീടൊക്കെ ഇവരെ വീട് തന്നെയാണ് കേട്ടോ. ഒരു പറമ്പിൽ 2 വീടാണ്. പിന്നെ നല്ല നമ്മൾക്ക് വാടകക്കാരായാലും എന്താണ് ഒരു പേടി ഉണ്ടാവില്ലേ, അടുത്ത് ഓണറൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു പേടിയില്ല കേട്ടോ നമുക്ക്. ഉള്ളത് സത്യമായിട്ട് പറയുകയാണെങ്കിലും അവിടുത്തെ ഇത്താത്തയും കാക്കയൊക്കെ അത്രയ്ക്കും പാവമാണ്. നമുക്കൊരു ഫീൽ ചെയ്യൂല ഓണർ അടുത്തുണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള അങ്ങനെ ഒരു ഇതില്ല. നല്ല ഒരു ഇതാണ് നമുക്ക്. പ്രത്യേകിച്ച് വാടക പഴയക്കാരൊക്കെ നിൽക്കുന്നവർക്ക് ഒരു പേടി ഉണ്ടാവും, നമ്മൾ ഓണർ എടുത്താണ് അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ നമുക്ക് ആ ഒരു പേടിയേ ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അത് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ലൊരു ആൾക്കാരാണ് നമ്മൾ ഹൗസ് ഓണറായിട്ട് കിട്ടിയത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന വീട്. മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ താഴെ വേറൊരുത്തിയും ഫാമിലിയാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അത്രയും നല്ലൊരു എനിക്കൊരു നൈബറെ കിട്ടിയത്. ഭയങ്കര എന്താ ഞാൻ എനിക്കൊന്നും പറയാൻ കിട്ടില്ല, അത്രയും നല്ല സ്നേഹമുള്ള ഒരുത്താണ്. അപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇന്ന് ഭയങ്കര കാര്യം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ പോവുകയാണെങ്കിൽ അത്രയും ഫീൽ ചെയ്യും ഓരോ വിട്ട് പിരിയണത്. നമുക്ക് അങ്ങനെ ഒരു അയൽവാസിനെ ഓണറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ വാടകക്കാർക്കൊക്കെ ഒരു വാടകയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഭാഗ്യം തന്നെയാണ്, നല്ലൊരു അയൽവാസിനെയും ഓണറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അല്ലേ. പിന്നെ ഈ ബിരിയാണി എന്താണെന്നറിയോ, ഞാനൊരു തട്ടിക്കൂട്ടി ചട്ടിയിലൊരു ബിരിയാണി ഉണ്ടാക്കിയതാണ് വെറുതെ എൻ്റെ മക്കളെ പറ്റിക്കാൻ. റെസിപ്പി ആയിട്ടൊന്നല്ല കേട്ടോ, റെസിപ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് വേഗം. പിന്നെ ഈ കാടമുട്ടൻ്റെ പെട്ടി ഇങ്ങനെ സ്റ്റെപ്പ് മേലെ ഉണ്ടായിരുന്നു. നമ്മളെ ബിസിനസ്സിനൊക്കെ അറിയില്ലായിരുന്നു നോമ്പിനുള്ളത്. അപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും അറിയലുണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കൂടി മുകളിലേക്ക് വെച്ച് നമ്മളിതിൻ്റെ ഉള്ള പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് ലെവലാക്കി വെക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓരോ ചേരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് ഓരോന്ന് ലെവലാക്കി. അപ്പോൾ ഇന്നെന്തായാലും ഉപ്പക്കും മക്കൾക്കൊക്കെ നല്ലൊരു പണിയാണ് കിട്ടിയത്. തേങ്ങ പൊളിക്കലും പെട്ടി ശരിയാക്കലും വൃത്തിയാക്കലും അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളായിരുന്നു. അപ്പോൾ ഈ ചേരി ഇതിൻ്റെ ഉള്ളിലുണ്ടേനി, ഈ പെട്ടീൻ്റെ ഉള്ളിൽ. അപ്പം അതൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നൊക്കെ എല്ലാ പരിപാടികളും അവരെ ഏറ്റെടുത്ത് 3 ആളും. അപ്പോൾ എനിക്കെന്താ പണിയെന്ന് വയ്ക്കും, പക്ഷെ അവർ ഏറ്റെടുത്തതിനോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു കാടമുട്ട കയ്യിൽ നിന്ന് കിട്ടിക്കേ. അപ്പോൾ എൻ്റെ മക്കൾ പാവം ഇതുപോലൊക്കെ ചെയ്തതിനെ കൊണ്ട് ആ പരിപാടി വേഗം അവിടെ കഴിഞ്ഞിട്ടോ. അപ്പം ഒരുവിധമൊക്കെ കഴിഞ്ഞ് കെട്ടി വെച്ചിക്കണ്, ഈ ലെവലിലാക്കി വെച്ചിക്കണ് എല്ലാം. ഇതിനി അവിടെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ ഈ പെട്ടി കൊണ്ടുപോയി കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ടോ അവർ. അങ്ങനെ ഇത് നമ്മളെ ഡ്രസ്സാണ്, ഇവിടെ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ അലക്കിയതൊക്കെ ആറിയിടൽ ഇവിടെ തന്നെ കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ പരിപാടി എടുക്കുന്നത്, ഞാൻ എൻ്റെ പരിപാടി എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന ഒരു ലൈക്കും ഷെയറും, പിന്നെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.